ഹലോ ഹലോ, എന്നോട് കറിയിച്ചാണെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെ ഇരുന്നാൽ കാര്യം നടക്കൂല. അയ്യോ, ഞാൻ എൻ്റെ പഴയ ടോണി വരാം. നിങ്ങളുടെ മുഖമൊക്കെ കണ്ടിട്ട് എനിക്കൊരു പേടി തോന്നുന്നു. മക്കളെ, ഈ ജീവിതം ദൈവത്തിനു വേണ്ടി ദൈവത്തോടുകൂടെ ചേർന്ന് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനുള്ളതാണ്. നോഹയുടെ കാലത്ത് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ഈ പെട്ടകത്തിൽ നോഹയും നോഹയുടെ ഭാര്യയും 3 മക്കൾ, ഹേം, ഷാം, യാപ്പേത്ത്, അവൻ്റെ ഭാര്യമാർ, ഇത്രയും പേരെ ഒരുമിച്ച് ആ കപ്പലിൽ തമ്പുരാൻ ആ പെട്ടകത്തിനകത്താക്കി. അത് വെള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു. എന്നാൽ ഇവരെ ദൈവം തമ്പുരാൻ കാത്തു. ദൈവത്തെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരുന്നു. നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദിനംതോറും ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ദൈവജനമായി ഞാനും നിങ്ങളും തീരണം, ദൈവ മക്കളായി തീരണം. അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കടലിൻ്റെ മേലെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും മുങ്ങിപ്പോകുന്ന കപ്പലായിത്തീരും. മുങ്ങാത്ത എന്നും നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ കപ്പൽ ഉയർത്തിപ്പിടിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഒന്നാമത്തെ സെഗ്മെൻറ്റ് ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും വീണ്ടും നമ്മൾ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. പല വീഡിയോകളിലായിരുന്നു നമ്മൾ ഒന്നിച്ച് പാട്ട് പഠിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ആഴ്ചത്തെ പാട്ടൊക്കെ എല്ലാവരെയും പഠിപ്പിച്ചായിരുന്നോ? അത് വീണ്ടും പാടി നോക്കിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതിൽ പറഞ്ഞ പോലൊക്കെയാണോ എല്ലാവരും ജീവിച്ചത്? ഓക്കെ. യേശു കർത്താവ് ഒരു ദിവസം ഇങ്ങനെ ശിഷ്യന്മാരുടെ കൂടെ പോയപ്പോൾ കടലിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം പടകിലായിരുന്നു. യേശു കർത്താവ് ഉറങ്ങി. അന്നേരം ഭയങ്കരമായിട്ട് കടലങ്ങ് ക്ഷോഭിച്ചു. ശിഷ്യന്മാരെല്ലാം ശിഷ്യന്മാർ പേടിച്ചിട്ട് യേശു കർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ മുങ്ങിത്താഴും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് എണ്ണിച്ചിട്ട് ആ കാറ്റിനെയും കടലിനെയും എല്ലാം ശാന്തമാക്കി. ആ കാറ്റും കടലും എല്ലാം ശാന്തമായതെന്താ? യേശു കർത്താവ് ആ ബോട്ടിലുള്ളത് കൊണ്ടല്ലേ, ആ പടകിൽ ഉണ്ടായിരുന്നുകൊണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശു കർത്താവ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കും. ചില പ്രയാസങ്ങളൊക്കെ വരും, പക്ഷേ ആ പ്രയാസങ്ങളെ അതിജീവിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളൊരു പാട്ട് പഠിക്കാം. കാറ്റും കോളും കടലും ഒക്കെയുള്ള ഒരു പാട്ട് പഠിച്ചാലോ? ഓക്കെ, അച്ഛൻ ആദ്യം പാടി കേൾപ്പിക്കാം, അതിനുശേഷം നിങ്ങളെ പഠിപ്പിക്കാം. നമുക്കൊന്ന് പാട്ട് കേൾക്കാം. ലല്ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല്ലല. കടലമേലെ മുങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. കടലമേലെ പൊങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. കപ്പിത്താനാം ഇടയനമേശു എൻ്റെ കൂടെയുള്ളപ്പോൾ, മുങ്ങിപ്പോകിൽ എന്നുടെ കപ്പൽ എത്തിടും അക്കരെ ഒരു നാളിൽ. കപ്പിത്താനാ ഇടയനമേശു എൻ്റെ കൂടെയുള്ളപ്പോൾ, മുങ്ങിപ്പോകിൽ എന്നുടെ കപ്പൽ എത്തിടും അക്കരെ ഒരു നാളിൽ. ലല്ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല്ലല. എല്ലാവരും കേട്ടോ? ഇത് കാറ്റ് കോളും ഒക്കെ ഉള്ള ഒരു പാട്ടാണ്. ആ കാറ്റും കോളും ഒക്കെയുള്ള കടലിൽ കൂടെ പോകുമ്പോൾ പടക് മറിയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കപ്പിത്താൻ ആരായിരിക്കണം? യേശു കർത്താവ് ആയിരിക്കണം അല്ലേ. യേശു കർത്താവ് നമ്മുടെ കപ്പിത്താനായിരിക്കണം. ഞാനൊന്ന് പാടിത്തരട്ടെ, അതൊന്ന് ചേർന്ന് പാടാമോ? ഓക്കെ. ഇതിനൊരു ചെറിയൊരു ആക്ഷനും കൂടെ ഉണ്ട്. ആ ആക്ഷനും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു തരാമേ. ലല്ലല്ലല്ലല്ലല്ല
ലല്ലല്ലല്ലലലാ ലല്ലല്ലല്ലലലലല ലല്ലല്ലല്ലലല. പാടിക്കേ. ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല. അടുത്തത്, കടലലമേലെ പൊങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. പാടിക്കേ. കടലലമേലെ പൊങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. അത്രയും പഠിച്ചോ? കുഞ്ഞിക്കപ്പൽ ഞാൻ. ഓക്കെ. അടുത്തത്, കപ്പിത്താനാം ഇടയനമേശു എൻ്റെ കൂടെയുള്ളപ്പോൾ മുങ്ങിപ്പോകിൽ എന്നുടെ കപ്പൽ എത്തിടുമക്കരെ ഒരു നാളിൽ. എങ്ങനെ? കപ്പിത്താനം. പാടിക്കേ, കൂടെ പാടിക്കേ. കപ്പിത്താനാം ഇടയനമേശു എൻ്റെ കൂടെയുള്ളപ്പോൾ മുങ്ങിപ്പോകിൽ എന്നുടെ കപ്പൽ എത്തിടുമക്കരെ ഒരു നാളിൽ. ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല. പഠിച്ചോ എല്ലാവരും? നമുക്കൊന്ന് ചേർന്ന് പാടിയാലോ? ആക്ഷനും കാണിക്കണം. ഓക്കെ, എല്ലാവരും ഒന്ന് എണീച്ചിന്നേ. ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലല. കടലലമേലെ പൊങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. കടലലമേലെ പൊങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. കപ്പിത്താനാം ഇടയനമേശു എൻ്റെ കൂടെയുള്ളപ്പോൾ മുങ്ങിപ്പോകിൽ എന്നുടെ കപ്പൽ എത്തിടുമക്കരെ ഒരു നാളിൽ. കപ്പിത്താനാം ഇടയനമേശു എൻ്റെ കൂടെയുള്ളപ്പോൾ മുങ്ങിപ്പോകിൽ എന്നുടെ കപ്പൽ എത്തിടുമക്കരെ ഒരു നാളിൽ. ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല. എല്ലാവരും നല്ലതായിട്ട് ചെയ്തു. നല്ല സന്തോഷമുണ്ട്. ഒരു നല്ല ക്ലാപ്പ് ചെയ്തേ. ഓക്കെ. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? നല്ല കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം നല്ലതായിട്ട് പോകണമെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ടാകണം? കപ്പിത്താനായിട്ട് ആരുണ്ടാകണം? യേശുപ്പച്ചൻ ഉണ്ടാകണം. അങ്ങനെ യേശുപ്പച്ചൻ ഉണ്ടെങ്കിൽ ചില കാറ്റുകൾ കോളുകളൊക്കെ വന്നാലും നമ്മൾ വീണു പോകത്തില്ല. പഠിക്കാൻ നല്ല ബുദ്ധിയും ശക്തിയൊക്കെ കിട്ടും. അതുകൊണ്ട് യേശുപ്പച്ചനോടൊപ്പം നമുക്ക് ജീവിക്കാം. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായിട്ട്, യേശുപ്പച്ചനോടൊപ്പം ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് തീരാൻ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. എന്തൊരു സുന്ദരമായൊരു പാട്ടാണ്. കടലലമേലെ പൊങ്ങിത്താഴും കുഞ്ഞി കപ്പൽ ഞാൻ. ഒന്ന് ആടിപ്പാടിയല്ലയോ അങ്ങ് നിന്നത്. എനിക്ക് കാണാം എല്ലാവരും നല്ല സെലിനും ജോബിനും റോബിനും എല്ലാം നല്ല അടിപൊളി ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങ് അസൂയ തോന്നുന്നു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ആടിപ്പാടി അടിച്ചു പൊളിക്കുന്നത് ഒത്തിരി സന്തോഷം നൽകുന്നതാണ്. നിങ്ങൾ ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിനെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹമാണ് ഞങ്ങൾ ഇന്നും വളർത്തുന്നത്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ കപ്പൽ മുങ്ങിപ്പോകാതെ നിങ്ങളുടെ സ്നേഹമാണ് പിടിച്ചു നിർത്തുന്നത്. അതേപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ മുങ്ങിപ്പോകാതെ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളെ മുറുകെ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിവ് മിടുക്ക പ്രാപ്തി ഒന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. നമ്മൾ മുറുകെ നിർത്തിയിരിക്കുന്നത്, നിലനിർത്തിയിരിക്കുന്നത്.
ഓരോ കഥയും നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠം വേണ്ട അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ഞാൻ പറയുമേ, ഞാൻ എന്തുവാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? യേശുവിൻ്റെ സ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഓരോ കഥയും നമുക്ക് ഊർജം നൽകുന്നതാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു കഥയുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ കഥയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ഒരു രാജാവാണ്. രാജാവ് മാത്രമല്ല, ഈ രാജാവിനൊരു ഗാർഡനുമുണ്ട്. വെറും ഗാർഡനല്ല, നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ഓർച്ചാർഡ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അതായത് പല മരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ വളരുന്ന ഒരു ഗാർഡൻ. അപ്പം നമ്മുടെ കഥയുടെ ടൈറ്റിലാണ് രാജാവും ഉദ്യാനവും, അല്ലെങ്കിൽ രാജാവിൻ്റെ ഉദ്യാനം. ഉദ്യാനം ഇസ് ദ മലയാളം ഫോർ ദ ഇംഗ്ലീഷ് വേർഡ് ഓർച്ചാർഡ് അല്ലേ. ഈ ഉദ്യാനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ രാജാവുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. പുള്ളി ഈ ഗാർഡൻ, ഈ ഉദ്യാനം പുള്ളിക്ക് വേണ്ടി മാത്രം പണിതതാണ്. ഇതിന് ചുറ്റും വലിയ മതിലുകളുണ്ട്. ഈ മതിലുകൾക്കപ്പുറത്തോട്ട് എന്താണ് ഈ ഉദ്യാനത്തിലുള്ളതെന്ന് കാണാൻ വേണ്ടി നാട്ടുകാർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ രാജാവ് സമ്മതിച്ചിട്ടില്ല. രാജാവും രാജാവിൻ്റെ ഒരു ഭൃത്യനും മാത്രമാണ് ഈ ഗാർഡനിൽ കയറാറ്. ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് ആ ഭൃത്യൻ തന്നെയാണ്. അങ്ങനെ ഈ ഉദ്യാനത്തിലെ ഒരു പ്രത്യേകത, ഇവിടെ ഒരുപാട് നല്ല ഫ്ലവേഴ്സ്, നല്ല പൂക്കളൊക്കെ ഉണ്ട്. അതോടൊപ്പം ഒരുപാട് നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന നല്ല മരങ്ങളുണ്ട്. ഈ മരങ്ങളൊക്കെ നിറച്ച് ഫ്രൂട്ട്സായിട്ട് നിൽക്കുകയാണ്, സീസൺ ടൈമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ദിവസം ഈ രാജാവിൻ്റെ പതിവൊക്കെ തെറ്റിച്ചിട്ട് നാട്ടുകാർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഈ ഉദ്യാനം അങ്ങോട്ട് തുറന്നിട്ടു. എന്നിട്ട് പറഞ്ഞു, നാട്ടുകാരോട് അനൗൺസ് ചെയ്ത് കൊടുത്തു, 2 മണിക്കൂറത്തേക്ക് എല്ലാ നാട്ടുകാർക്കും ഈ ഉദ്യാനത്തിൽ വന്ന് നേരിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ള സാധനങ്ങളൊക്കെ, ഇവിടെയുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് കഴിക്കാം എന്ന് ഒരു അനൗൺസ്മെൻ്റ് അങ്ങോട്ട് കൊടുത്തു. അനൗൺസ്മെൻറ്റ് കേട്ടതും നാട്ടിലുള്ള എല്ലാവരും വലിയ ചാക്കും കൊട്ടയും ഒക്കെ ആയിട്ട് ഓടിയരച്ച് ഈ ഉദ്യാനത്തിൻ്റെ എൻട്രൻസിലൂടെ അങ്ങോട്ട് അകത്തോട്ട് കയറി. എൻട്രൻസ് നല്ല വിശാലമായ വലിയ ഗേറ്റാണ്, അതിങ്ങനെ തുറന്ന് വെച്ചേക്കാണ്. നാട്ടുകാരെല്ലാം കൂടെ ഓടി അങ്ങോട്ട് കയറിയിട്ടുണ്ടല്ലോ. ആരും ഈ പൂവൊന്നും കാണാൻ നിന്നില്ല, കാരണം ആർക്ക് കാണാൻ പൂവൊക്കെ. ഇവർ ഓടി ചെല്ലുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഈ ഫ്രൂട്ട്സൊക്കെയുള്ള സ്ഥലത്തേക്കാണ്, ഓർച്ചാർഡിലേക്കാണ്. അവിടെ പോയി ഈ ഫ്രൂട്ട്സൊക്കെ വലിച്ച് പറിച്ച്, പലതരം ഫ്രൂട്ട്സ് ഉണ്ട്. മാങ്ങയുണ്ട്, ചക്കയുണ്ട്, പ്ലാങ്ങയുണ്ട്, ക്ലോങ്ങയുണ്ട്, അങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ? പല ഫ്രൂട്ട്സ് ഉണ്ട്, പേരൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് ഫ്രൂട്ട്സ്. ആ ഫ്രൂട്ട്സ് എല്ലാം കൂടെ പറിച്ച് നമ്മുടെ ഇവർ കൊണ്ടുവന്ന ചാക്കിലും കൊട്ടയിലും ഒക്കെ അങ്ങ് നിറയ്ക്കുകയാണ്. എല്ലാവരുടെയും ഈ 2 മണിക്കൂർ സമയമാകുമ്പോഴത്തേനും മാക്സിമം കളക്ട് ചെയ്ത് വീട്ടിൽ പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ കളക്ട് ചെയ്ത് സഞ്ചിയൊക്കെ വലുതായി തുടങ്ങുന്നു, ചാക്കൊക്കെ വലുതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഈ രാജാവ് അടുത്ത അനൗൺസ്മെൻറ്റ് വിടുന്നത്. ഗേറ്റുകളൊക്കെ അടയ്ക്കാൻ പോവുകയാണ്. കൂട്ടുകാരെ, നാട്ടുകാരെ, എല്ലാവരും എത്രയും വേഗം നിങ്ങളെടുത്ത ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡൻ്റെ പുറകിലെ സൈഡിലുള്ള വാതിലിലൂടെ വെളിയിൽ പോകണമെന്ന്. അതായത് എൻട്രൻസ് ഒരു സൈഡിലായിരുന്നു, എക്സിറ്റ് പുറത്തേക്കുള്ള വഴി അങ്ങ് പുറയിലാണ്. അവിടെ കൂടെ പൊക്കോളാൻ പറഞ്ഞു. ഇനിയും 10 മിനിറ്റും കൂടെ ഉള്ളൂ നിങ്ങൾക്ക് പോകാൻ എന്ന് പറഞ്ഞു. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂട്ടി വാരാൻ പറ്റുന്ന എല്ലാം കൂടെ വാരി ചാക്കിലോട്ടിട്ടിട്ട് ആൾക്കാരെല്ലാം എക്സിറ്റിൻ്റെ അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്, പുറത്തേക്കുള്ള വഴിയുടെ അങ്ങോട്ട്. ചെന്നപ്പോഴാണ് എല്ലാവരും കൂടെ താടിക്കും കൈവച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങി. കാര്യം എന്താണെന്നറിയോ? എക്സിറ്റ് എൻട്രൻസ് പോലെ വിശാലമായതല്ലായിരുന്നു. എക്സിറ്റ് വളരെ ചെറുതായിരുന്നു. ഒരാൾക്ക് മാത്രം ഞെരിഞ്ഞമർന്ന് ചരിഞ്ഞൊക്കെ വേണമെങ്കിൽ വെളിയിൽ പോകാം, അങ്ങനത്തെ ഒരു എക്സിറ്റായിരുന്നു. ഈ എക്സിറ്റിലൂടെ എങ്ങനെ 3-4 ചാക്ക് നിറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഇറങ്ങിപ്പോകും? ചാക്ക് മാത്രം തെള്ളി ഇവിടെ വന്നു വെച്ചാൽ പോത്തില്ല, കാരണം അതിനുള്ള സൈസില്ല ആ എക്സിറ്റിന്, വളരെ ചെറുതാണ്. അങ്ങനെ ആ ചെറിയ സ്ഥലത്തൂടെ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയ സഞ്ചിയൊക്കെ പിടിച്ചുകൊണ്ട് ഞെരിഞ്ഞങ്ങ് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ വെളിയിലിറങ്ങിയ ആ ചെറുപ്പക്കാരനോട് നാട്ടുകാർ ചോദിച്ചു, നീ ഫ്രൂട്ട്സ് ഒന്നും എടുത്തില്ലേടാ? ഞങ്ങൾ വേണ്ടി ഇതെല്ലാം എടുത്തിങ്ങനെ നിൽക്കുക, ഞങ്ങളെങ്ങനെ വെളിയിൽ പോവും? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഫ്രൂട്ട്സ് കുറച്ചൊക്കെ എടുത്ത് അവിടെ വെച്ച് തന്നെ കഴിച്ചു, എനിക്ക് വിശന്നപ്പം. പിന്നെ ഞാൻ ഈ ഗാർഡനൊക്കെ നോക്കി കാണുന്നത് എന്ത് ബ്യൂട്ടിഫുള്ളാണ്, എന്ത് മനോഹരമായ ഗാർഡനാണ്. പിന്നെ ഈ സഞ്ചിക്കകത്ത്, എൻ്റെ ഈ ചെറിയ സഞ്ചിക്കകത്ത് ഒരു 4 ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. വീട്ടിൽ 4 പേരുണ്ട്, എൻ്റെ പപ്പയുണ്ട്, എൻ്റെ 2 കുട്ടികളുണ്ട്, വൈഫുണ്ട്, ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കാണാം കൂട്ടുകാരെ, നാട്ടുകാരെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടുന്ന് അങ്ങ് പോയി.
അപ്പോൾ അകത്ത് സ്റ്റക്കായി കിടന്ന നാട്ടുകാർ ഈ ചാക്കൊക്കെ കണ്ട് വിഷമിച്ച് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഇത്രയും കളക്ട് ചെയ്തു, ഞങ്ങൾ എങ്ങനെ വെളിയിൽ പോവും, എന്നാൽ പോട്ടെ ഇവൻ ചെയ്ത പോലെ ഒരു 2-3 കയ്യിലെടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി ചാക്ക് തുറന്ന് 2-3 എടുക്കാൻ കൈയിട്ട പോതാണ്ടാ കയ്യെ കൂടെ എല്ലാം പുഴുക്കളൊക്കെ കയറി വരുന്നു. അയ്യേ എന്നും പറഞ്ഞ് എല്ലാവരും ചാക്കൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ ജീവനും കൊണ്ട് വെളിയിലിറങ്ങി ഓടി. അപ്പോൾ നോക്കിക്കേ കൂട്ടുകാരെ, ആർത്തിയോടെ ചില കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നാട്ടുകാരെ പോലെ ഭയങ്കര ആർത്തി ഉണ്ടെങ്കിൽ അത് പതുക്കെ മാറ്റി വെച്ചോളുക. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അന്നന്നത്തേക്കുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക. സോ ഓൺ ദാറ്റ് ഹാപ്പി നോട്ട്, താങ്ക് യു വെരി മച്ച്, സീ യു ലേറ്റർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയണം, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എത്ര ഡ്രസ്സുണ്ട്? സ്കൂളിൽ പോകാൻ 4 ജോഡി. നിങ്ങൾക്ക് പള്ളി പോകാനോ ഇത്രയും. നമ്മൾ എല്ലാത്തിനും ആർത്തിയല്ലോ. ഒരു ചിക്കൻ പീസ് കിട്ടുമ്പോൾ 10 ചിക്കൻ പീസ് കിട്ടണം, ഒരു ഷവർമ കിട്ടുമ്പോൾ എനിക്ക് 10 ഷവർമ വേണം, ഒരു KFCക്ക് ഒരു എനിക്ക് മുഴുവൻ വേണം, ഫ്രഞ്ച് ഫ്രൈസോ മുഴുവൻ. നമ്മൾ പലപ്പോഴും ആർത്തിയോടെ ജീവിക്കുന്നവരാ. അത് ഭക്ഷണമായാലും വസ്ത്രമായാലും വീടായാലും എല്ലാത്തിനെയും കുറിച്ച് ആർത്തിയുള്ളവരാ. നമ്മുടെ കയ്യിൽ എത്ര പെൻസിലുണ്ട്? 5. അതുകൊണ്ട് ഒരാളവിടെ പറയുന്നു എൻ്റെ കയ്യിൽ 10 പെൻസിലുണ്ടെന്ന്. നമ്മൾ ഈ 10 പെൻസിലിൽ നിന്ന് ഒരു പെൻസിൽ നമ്മുടെ ഇല്ലാത്ത കൂട്ടുകാരന് കൊടുക്കുമോ? അതുകൊണ്ട് അവൻ അത് എല്ലാം കൂടെ ഇങ്ങനെ വെച്ചേക്കുന്നു. അല്ല, ആർത്തിയോടെ ജീവിക്കാനുള്ളതല്ല ജീവിതം, അത് പങ്കിടാനുള്ളതാണ് ജീവിതം. ആർത്തിയോടെ ജീവിക്കാനുള്ളത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ആർത്തിയോടെ ജീവിക്കണം. എന്നാൽ തമ്പുരാൻ തന്ന നന്മകൾ പങ്കിടാനുള്ളതാണ്, അത് പങ്കിട്ടേ മതിയാവൂ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കേൾക്കാം, അനുസരിക്കാം. ടിക്കു, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കാര്യം പറയാം. നീ ഒരു മടിയനാ കേട്ടോ, നീ വെറും മടിയനാ. എത്ര ദിവസമായിട്ട് നിന്നോട് ഞാനൊരു കാര്യം ചെയ്യണമെന്ന് പറയുക. എന്താ കാര്യോ? നിന്നോട് നിനക്ക് ഓർമ്മയില്ലേ അല്ലേ? നീ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കി. എനിക്ക് മനസ്സിലായി. എന്താ കാര്യം? നിനക്ക് ഓർമ്മയുണ്ടല്ലേ? യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാനങ്ങ് മടി കാണിച്ചതാ. മടി കാണിച്ചതാ. കൂട്ടുകാരെ, എന്താ മടി വരാനുള്ള കാരണം? നിങ്ങൾക്ക് മടിയുണ്ടോ? ഇവന് ഇടയ്ക്കിടയ്ക്കൊക്കെ മടി കാണിക്കാറുണ്ട്. ചില സബ്ജക്റ്റ് ഇവൻ എടുക്കാറേ ഇല്ല. സോഷ്യൽ ഇവൻ എടുക്കാറേ ഇല്ല. കാരണം സൂസൻ ടീച്ചറാണ് കാരണം. ചില ഹെയ്റ്റ്സ് ആണ് കാരണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് മടി ഉണ്ടാകാനുള്ള ഒരു കാരണം ഹെയ്റ്റ്സ് ആകാം. ചിലതിന് ഇഷ്ടമില്ലാത്ത അവസ്ഥയാകാം. ചില കൂട്ടുകാർക്ക് ചില ഫ്രണ്ട്സിനെ ഇഷ്ടമല്ല, അവരോട് ഇരിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് മടിയാണ്. ചില ടീച്ചറിന് ഇഷ്ടമല്ല, അതുകൊണ്ട് സബ്ജക്റ്റിന് ഇഷ്ടവുമല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിലും ഫ്രണ്ട്സ്, ചില ഹെയ്റ്റ്സ് മടി നമ്മളെ ഉണ്ടാക്കാറുണ്ട്. മറ്റൊന്ന് ലാക്ക് ഓഫ് സീരിയസ്നെസ് ആണ്. ചെയ്തില്ലെങ്കിൽ എന്താ, ഒന്നും സംഭവിക്കത്തില്ല. അതെ, മടി. സീരിയസ്നെസ് ഇല്ല. അതാണ് മറ്റൊരു കാരണം. കൂട്ടുകാരെ, ഇവനും ഇത്ര സീരിയസ്നെസ് ഇല്ലായ്മയുണ്ട്. ഞാൻ പറയട്ടെ ഈ കൂട്ടുകാരനോട് കാര്യം എന്തുവാന്ന്? ഓക്കെ, നാണക്കേടാ, അതുകൊണ്ട് പറയണ്ട. ഫ്രണ്ട്സ്, ചില സീരിയസ്നെസ് ഇല്ലായ്മ. അങ്ങനെ ചെയ്തില്ലെങ്കിലും കാര്യം നടക്കുമല്ലോ, അങ്ങനെ പോയില്ലെങ്കിലും കാര്യം നടക്കുമല്ലോ, ഞാൻ പഠിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ, അമ്മയ്ക്കത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ, ഒരു സീരിയസ്നെസ് ഇല്ല കാര്യത്തിൽ. ഫ്രണ്ട്സ്, അത് നമ്മൾ മടി ഉളവാക്കാറുണ്ട്. മറ്റൊന്നാണ് ചില ഡിസ്ട്രാക്ഷൻസ് നമ്മളിൽ മടി ഉണ്ടാക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ബുക്കിൻ്റെ കൂടെ വേറൊരു സാധനം ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഫോണല്ലേ? ഓക്കെ, ഫോൺ. ഇതാ ഇടയ്ക്കൊക്കെ ആ ഫോണിലോട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇവന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് ഫ്രണ്ട്സ്, ഇടയ്ക്കൊക്കെ ഫോൺ നോക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ അത് പഠനത്തിനോടുള്ള മടി കൂടുതൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു മണമായിരിക്കാം ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത്. ആണോ? അതെന്താ? ചിക്കൻ പൊരിക്കുന്ന മണം. എന്നാൽ അവിടെ വരെ അടുക്കള വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് നീ വിചാരിക്കാറില്ലേ? വിചാരിക്കാറുണ്ട്. ഫ്രണ്ട്സ്, ഒരു മണമാകാം, ചിലപ്പോൾ ഒരു ശബ്ദമാകാം, വീട്ടിൽ ആരെങ്കിലും വന്നോ എന്നുള്ളൊരു ശബ്ദമാകാം,
അങ്ങനെയെങ്കിൽ ചില എക്യുപ്മെൻറ്റ്സ് ആകാം, ചില ഉപകരണങ്ങളാകാം മടി ഉളവാക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതം അത് മടി പിടിച്ചിരിക്കാനുള്ള അല്ല. കാരണം ഇങ്ങനൊരു വാക്ക് നിങ്ങൾക്കറിയാം, മടിയൻ ഡാഷ് ചുമക്കും. എന്നാ ചുമക്കും? തടി ചുമക്കും. തടി ചുമക്കുമോ മടിയനോ? മടിയൻ മല ചുമക്കും എന്നാണ് പറയുന്നത്. വെച്ച് 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 കൂട്ടി വെച്ച് ഏറ്റവും അവസാനം വലിയ സ്ട്രഗിളായി മാറും. അങ്ങനെങ്കിൽ അന്നെന്നുള്ളത് അന്ന് പഠിച്ച് നന്നായിട്ട് വളർന്ന് മടിയരായി തീരാതെ നല്ല കൂട്ടുകാരായി നമുക്ക് മാറാം. ഓക്കെ, താങ്ക് യു. ഇവിടെ ഇരിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾക്ക് മടിയുള്ള കുഞ്ഞുങ്ങളാ? എന്നോടൊന്ന് പറയാമോ? എനിക്കറിയാം, എൻ്റെ മുമ്പിലിരിക്കുന്ന 4 പേർക്ക് മടിയുള്ളവരാ. 4 പേരല്ലയോ? നിങ്ങൾ 8, 9, 12 പേരുണ്ടല്ലോ. ഈ 12 പേരും മടിയന്മാരാണോ? അല്ല മക്കളെ. ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്. REST, റെസ്റ്റ്. എന്നാൽ ഈ മാറ്റി അതങ്ങ് യു ആക്കിയാൽ റസ്റ്റ, RUST. റെസ്റ്റ് ചെയ്താൽ റസ്റ്റായി പോകും. മടി പിടിച്ചിരുന്നാൽ തുരുമ്പിച്ചു പോകും. കുഞ്ഞുങ്ങളെ, ഇരുന്ന് തുരുമ്പിക്കാനല്ല, തേഞ്ഞ് തീരാൻ വേണ്ടിയാ ജീവിതം. ഇരുന്ന് തുരുമ്പിക്കാനല്ല, തേഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി തീരാനാ, അധ്വാനിക്കാനാ. അങ്ങനെയെങ്കിൽ മടി പിടിക്കാതെ ലക്ഷ്യബോധത്തോടുകൂടി ഓടുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയിൽ വാവ, കൂടെ കളിക്കാൻ വാവ. കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം. ഈശോയിൽ വാവ, കൂടെ കളിക്കാൻ വാവ. നക്ഷത്രപ്പൂക്കൾ കൊണ്ട് ആലയൊന്നു കോർത്തു തരാം. നസറേത്തിൻ രാജാവിൻ ഓശാന പാടാൻ വരാം. നിന്റെ പൂമുഖം കണ്ടു നിന്നിടാം. കൈപിടിച്ചൊരായിരം ഉമ്മ നൽകിടാം. കൂട്ടുകൂടുവാ നീ വരില്ലയോ? കുഞ്ഞിലം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയിൽ വാവ, കൂടെ കളിക്കാൻ വാവ. ഒരു നാളും പാവത്തിൽ വീയാതെ നീങ്ങിടുവാൻ, അടിവേറെ സ്നേഹത്തിൽ എന്നാളും താങ്ങിടുവാൻ. നീ വരണമേ, കാത്തിടണമേ, നിന്റെ മാറിൽ ഞങ്ങളെ ചേർത്തിടണമേ. നീ വരണമേ, കാത്തിടണമേ, നിന്റെ മാറിൽ ഞങ്ങളെ ചേർത്തിടണമേ. കുഞ്ഞുമക്കളെ വിശുദ്ധരാക്കണേ. എനിക്കറിയാം, പാടാം നേടാം എന്ന സെഗ്മെന്റിൽ നിങ്ങൾക്കെല്ലാവർക്കും പാടണം, ആ വീഡിയോ കാണണം എന്ന ആഗ്രഹമുണ്ട്. എനിക്കറിയാം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു നല്ല പാട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ വീഡിയോ ആടാം പാടാം എന്ന സെഗ്മെൻറ്റിൽ കാണും. പാടാം, നമുക്ക് നേടാം. റെഡിയാണോ? ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ആടണം, പാടണം, നേടണം. നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.